ഒരാളെങ്കിലും മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ, മാറി ചിന്തിക്കാൻ പറ്റിയാൽ പോട്ടെ, റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവർ അച്ഛനും അമ്മനും പിടിച്ചൊന്ന് ഉമ്മ കൊടുക്കുന്നുണ്ട് കൊടുത്തോട്ടെ വെച്ചിട്ടുണ്ട്. സത്യം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, എന്തിനാണ് ഇവരൊക്കെ ഉള്ള വീഡിയോ കൊണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ റീച്ച് കൂട്ടാനല്ലേ? എനിക്കിപ്പോൾ റീച്ച് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോഷ്യൽ മീഡിയ 10 വർഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് അറിയാം റീച്ച് കൂട്ടണമെങ്കിൽ. അത് റീച്ചോ എന്തോ ആയിക്കോട്ടെ, ഞാൻ റീച്ച് കൂട്ടാൻ തന്നെ ചെയ്യുന്നെങ്കിൽ തന്നെ എൻ്റെ അച്ഛനെ ഡ്രാമാറ്റിക് ആയിട്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതെ അതെ ശരി. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉമ്മ വെക്കുന്ന ഫോട്ടോസൊക്കെ ഇടുമ്പോൾ, നിന്റെ ഒരു ഭാഗ്യം നോക്ക്, അച്ഛനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഒരു 10-15 വർഷമായെന്ന്. അവർക്കൊരു മടി അച്ഛനെ പോയിട്ടൊന്ന് അച്ഛാന്ന് പോയി വിളിച്ചിട്ടൊന്ന് ഉമ്മ വെക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് മക്കളുണ്ട്. അത് ഞാൻ അധികം വേദികളിൽ പറയാറുണ്ട്. നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഉമ്മ വെക്കുക അവർ മരിച്ചു കിടക്കുമ്പോൾ അരിയിട്ടതിന് ശേഷം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ, അരിയൊക്കെ ഇട്ടിട്ട് കവിളൊരു നെറ്റിയിൽ ഉമ്മ കൊടുക്കും. എന്തിനാ ഇത്രയും വൈകേണ്ട ആവശ്യം? ജീവനോടുള്ള സമയത്ത് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അവരെ കൊണ്ടുപോകാം. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഒരു പൈസ ഒരു കാരണമൊന്നുമല്ല, നമുക്ക് വേണമെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലപ്പോൾ നമ്മൾ അത് ലാഭവും നഷ്ടം നോക്കൂല. പക്ഷെ നമ്മൾ സ്വന്തം കാര്യത്തിന് ചിലവാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യും. അപ്പം അവർക്ക് ഇപ്പം നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ചെറിയ ഇട്ടാവട്ട ആഗ്രഹങ്ങളാണ്. അവർ അമേരിക്കയിൽ പോകണം എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്കിന്ന് ശബരിമലക്ക് പോകണം. അവൻ റെഡി, മാലട്ടോ. ഞാൻ അങ്ങനെയാ പറയാറ്, കാരണം അവർ ഓക്കെ, അവർ മാലയിട്ടു. അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ ഇവരോട് കാണിക്കുന്നില്ല. കാരണം അച്ഛന് 74 വയസ്സ്, അമ്മക്ക് 64 വയസ്സ്. ഇവർ രണ്ടുപേരെയും കൊണ്ട് ശബരിമല കയറണ്ടേ? അപ്പം അച്ഛനാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്. അച്ഛൻ എവിടെയും തളർന്നിട്ടില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. 74 വയസ്സിൽ അച്ഛൻ നല്ല ആക്റ്റീവ് ആക്കി, അമ്മയും കയറി. പക്ഷെ ഇറങ്ങുമ്പോൾ അമ്മ തളർന്നു. അമ്മ പകുതിയപ്പോൾ അമ്മ തളർന്നു. പക്ഷെ അങ്ങോട്ട് ഇവർ സുഖമായിട്ട് കയറി. അച്ഛനാണെങ്കിൽ സ്ട്രോക്കൊക്കെ വന്ന് അച്ഛൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഉള്ളത്. എന്നാലും അച്ഛൻ മല കയറി. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, എന്തിനാ ഈ പ്രായമുള്ള ആളെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് റീൽസ് എടുക്കാനാണ്? നെഗറ്റീവ് കണ്ടായിരുന്നു.